സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒക്കെ നല്ലൊരു അടിപൊളി ദിവസം തന്നെ ആവട്ടെ എന്ന് വിഷ് ചെയ്തുകൊണ്ട് ഇന്നത്തെ വീഡിയോ തുടങ്ങാൻ കേട്ടോ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു റിലേറ്റീവിൻ്റെ കല്യാണം ഉണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഒരുക്കങ്ങളും കല്യാണത്തിന് പോകുന്നതും അങ്ങനെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് വീഡിയോ കാണാമല്ലേ. ഇപ്പോൾ ഇങ്ങനെ ഇട ദിവസങ്ങളിൽ നമുക്കിങ്ങനെ മഴ പെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മഴ പെയ്തപ്പോൾ രാവിലെ തന്നെ നല്ല മഴയുമ്പോൾ നല്ല രസമല്ല, അല്ലെങ്കിലേ തണുപ്പാണ്, അതിന് കൂട്ടത്തിൽ മഴയും കൂടെ ആകുമ്പോഴോ പിന്നെ മുറ്റ അടിക്കേണ്ട കാരണം മഴ ആയതുകൊണ്ട് ഇന്ന് ആ പണി എനിക്ക് ലാഭം കിട്ടിയിട്ടുണ്ട്. അപ്പം ഇന്ന് നമുക്ക് അടുക്കളയിലോട്ട് പോകാമല്ലേ. നല്ലൊരു അടിപൊളി കാപ്പി ഉണ്ടാക്കാം, നല്ല മഴയൊക്കെ അല്ലേ പുറത്ത്. അപ്പം ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ട് ഇന്ന് ശർക്കര ഇട്ടിട്ട് കാപ്പിയാണ് കേട്ടോ ഇന്ന് വെക്കുന്നത്. ഇന്ന് നമ്മൾ പഞ്ചസാരയൊക്കെ ഇട്ടിട്ടുള്ള കാപ്പിയാണല്ലോ കുടിക്കുന്നത്. അപ്പോൾ ഇടയ്ക്ക് നമുക്കൊരു ശർക്കര ഇട്ട കാപ്പിയും കൂടെ കുടിക്കാമല്ലോ. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാപ്പി, എല്ലാവർക്കും ഇഷ്ടമായി. പിന്നെ കാപ്പി നമുക്ക് അവിടെ റെഡി ആവട്ടെ. അപ്പോഴേക്കും എനിക്ക് പറ്റിയൊരു അബദ്ധത്തെക്കുറിച്ച് പറയാം കേട്ടോ. സിങ്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഞാൻ ഹാർപ്പിക്ക് ഉപയോഗിച്ചതാട്ടോ. അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റാണ് ഈ കാണുന്നത്. ആരും ഇനി അങ്ങനത്തെ ചതിയിലൊന്നും പോയി പെടണ്ട കേട്ടോ. ഹാർപ്പിക്ക് ഒഴിച്ചതിന് ശേഷം അപ്പം തന്നെ കഴുകി കളഞ്ഞേക്ക്. ഞാനിത് കുറച്ച് സമയം വെച്ചതുകൊണ്ടാണ് എനിക്ക് അബദ്ധം പറ്റിയത്. അപ്പോൾ ഇത് ഞാൻ കുറച്ച് ക്രീം ഉണ്ടായിരുന്നു, അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം ഞാൻ നമ്മുടെ ഐസ്ക്രീം ആ ബൗളിലാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ബൗളിലല്ല, ഇതുപോലെയുള്ള ഡബ്ബയിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്നും കൂടെ സെറ്റ് ആവാൻ വേണ്ടി ഫ്രീസറിൽ തന്നെ വെച്ചു. അപ്പോൾ കുട്ടികൾക്ക് ഇന്ന് സ്കൂളിൽ പോകണം, അപ്പോൾ അവർക്ക് നമുക്ക് സോയ ചങ്ക്സ് വെച്ചിട്ട് ഒന്നൊരു ഫ്രൈ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അതിന് മസാലയൊക്കെ ഒന്ന് പുരട്ടിയിട്ട് മാറ്റി വയ്ക്കുകയാണ്. ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് നമ്മുടെ മുതിരയില്ലേ, ആ മുതിര വെച്ചിട്ട് അത് ഒരു പുഴുക്കാക്കിയിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. അപ്പോൾ അത് കുക്കറിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് കുക്കറിൽ വെച്ച് ഉപ്പും കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഒന്ന് വേവിച്ചെടുത്ത് നമ്മൾ ചെറിയ ഉള്ളി വെച്ചിട്ട് ഒന്ന് മൂപ്പിച്ച് ഒഴിച്ച് നല്ല അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് അതാണ് കേട്ടോ. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡ് തന്നെയാണ് ഇത്. അപ്പോൾ കുട്ടികൾക്ക് ഇത് ഇടയ്ക്ക് ഉണ്ടാക്കുന്നത് ഇഷ്ടമാണ്. ഇതുപോലെ നമ്മുടെ കടല, അതുപോലെ വെള്ളപ്പയർ, ഇതൊക്കെ നമുക്ക് ഇങ്ങനെ പുഴുക്കാക്കിയിട്ട് വെച്ചാൽ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവും. കൂടാതെ നല്ല ഹെൽത്തിന് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സാധനം തന്നെയാണ്. അപ്പോൾ ഞാൻ ഇന്ന് ഒന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു കല്യാണത്തിന്. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ പോയപ്പോൾ കുറച്ച് വീട്ടിലേക്കുള്ള കുറച്ച് വെജിറ്റബിൾസും കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് പുറത്ത് പോയത് ഒന്ന് ത്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു. അപ്പോൾ കുറച്ച് ഫാൻസിയും കൂടെ മേടിച്ചു. അപ്പോൾ ഇനി വന്നപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കണം. ഇനി നമുക്ക് എനിക്ക് ബ്ലൗസ് ഒന്ന് അതിൽ കുറച്ച് സ്റ്റോണൊക്കെ വെച്ച് ഒന്ന് സെറ്റ് ആക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് മേടിക്കാൻ വേണ്ടി പോയപ്പോൾ ഇങ്ങനെ ഫാൻസിയിൽ കയറിയപ്പോൾ അങ്ങനെ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ മേടിച്ചതാണ് കേട്ടോ. അപ്പം ഇനി ബ്ലൗസ് അതിലിരുന്നാൽ പിന്നെ ഒരുപാട് നേരമാവും അതിനിങ്ങനെ തുന്നിയിട്ടിരിക്കണം. അപ്പോൾ ബാക്കിയുള്ള എല്ലാ ജോലികളും തീർത്തിട്ട് വേണം അതിന് വേണ്ടി ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് കുറച്ച് അയൺ ചെയ്യാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് അയൺ ചെയ്ത് മാറ്റി വയ്ക്കുകയാണ്. ഇത് കഴിഞ്ഞ് നമുക്കിനി കുട്ടികൾ വരുമ്പോഴത്തേക്കും ബ്ലൗസ് തീർക്കണം, അല്ലെങ്കിൽ ഇനി അവരുടെ ഇടയിൽ നമുക്ക് ഈ തുന്നലും പിടിക്കലൊന്നും പറ്റില്ല. അപ്പം ഇനി അയൺ ചെയ്യൽ കഴിഞ്ഞിട്ട് ഞാൻ ബ്ലൗസിലിരുന്നു കേട്ടോ. അത് കുറച്ച് സമയം എടുത്തു, ഇങ്ങനെ അടുപ്പിച്ച് തുന്നിയെടുക്കണ്ടേ. അപ്പോൾ അത് ഇതിന് സ്പീഡായിട്ടാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. ബ്ലൗസൊക്കെ നമുക്ക് തയ്ച്ച് കഴിഞ്ഞാൽ നമ്മളിത് പുറത്ത് പോയിട്ട് ഇങ്ങനെ ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ തന്നെ നല്ല കാശാവും. അപ്പോൾ നമുക്കിങ്ങനെ ബട്ടൺ ഹൗസ് നമുക്ക് ഇതുപോലെയുള്ള ഇതൊക്കെ മേടിക്കാൻ കിട്ടും. അപ്പോൾ നമുക്കത് മേടിച്ച് നമ്മളുടെ ഡിസൈൻ അനുസരിച്ചിട്ട് എല്ലാം യൂട്യൂബിലുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ആ വീഡിയോസൊക്കെ കണ്ട് നമുക്കിങ്ങനെ ഇതൊക്കെ ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റുന്നത് തന്നെയാണ്. അപ്പോൾ ഞാനിത് ഇങ്ങനെ അടുപ്പിച്ച് 2 ലൈനായിട്ടാണ് ഇത് കൊടുത്തിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് ഗം വെച്ചിട്ട് അതൊന്ന് അവിടെ ഫിക്സ് ചെയ്തു. എന്നിട്ടാണ് ഞാനതൊക്കെ ഇങ്ങനെ തുന്നിയിട്ട് എടുത്തത് കേട്ടോ. പിന്നെ ചെറിയ നമ്മളെ ഷുഗർ ബീഡ്സ് വെച്ചിട്ടും ചെറുതായിട്ടൊരു റൗണ്ട് ഇങ്ങനെ ജസ്റ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ പുറകിലായിട്ട് ഇതുപോലെ ചെറിയൊരു മിറർ വെച്ചിട്ടുള്ളൊരു ഡിസൈൻ ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. ഇതിൻ്റെയൊക്കെ പേരെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതൊക്കെ ജസ്റ്റ് ഇങ്ങനെ ഗം വെച്ചിട്ട് നമ്മളതിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ചെയ്തത് കേട്ടോ. ഇനി നമുക്ക് ഒരു പാക്ക് ഉണ്ടാക്കാൻ കേട്ടോ, ഒരു ഫേസ് പാക്ക്. ഇത് ഞാൻ യൂട്യൂബിൽ ഏതൊരു വീഡിയോയിൽ കണ്ടത് തന്നെയാണ്. നമ്മൾ കുറച്ച് പച്ചരി കുതിർത്തതും പിന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ, അതൊന്ന് ജസ്റ്റ് ബോയിൽ ചെയ്തിട്ട് അതും കൂടെ ഒന്ന് ഉടച്ചെടുത്തിട്ട് അതും കൂടെ ഒന്ന് ഇതിൽ മിക്സ് ചെയ്യുക. എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ അതിനകത്ത് നമുക്ക്
റാഗിപ്പൊടി വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ കടലപ്പൊടിയോ മുൾട്ടാണി മിട്ടി എന്ത് വേണമെങ്കിലും നമുക്ക് അതിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് തിക്കാക്കിയിട്ട് എടുക്കാം. ഞാനിപ്പോൾ അതൊന്നും ചേർത്തിട്ടില്ല. പിന്നെ അതിനകത്ത് തൈരോ അല്ലെങ്കിൽ നമ്മുടെ ചെറുനാരങ്ങയുടെ നീരോ എന്തെങ്കിലും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഫേസിൽ അപ്ലൈ ചെയ്യുക. ഫേസിൽ മാത്രമല്ല നമുക്കിവിടെ കയ്യിലുള്ള ഡാർക്ക്നെസ് ഒക്കെ മാറാൻ പറ്റുമെന്നാണ് പറയുന്നത്. എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തിട്ടുള്ളൂ. ഒരു തവണ ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളൂ കേട്ടോ. എനിക്ക് കുഴപ്പമില്ല തോന്നിട്ടോ. നമുക്ക് ജസ്റ്റ് ഒന്ന് പുറത്ത് പോകുമ്പോഴൊക്കെ ജസ്റ്റ് നമ്മൾ സോപ്പ് ഉപയോഗിച്ച് ഫേസ് വാഷൊക്കെ ഉപയോഗിച്ച് കഴുകുന്നത് പോലെ തന്നെ എനിക്ക് ഫീലായത്. ജസ്റ്റ് ഒന്ന് വൃത്തിയാവും. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ നാളെ കല്യാണത്തിലേക്കുള്ള ഓരോ ഒരുക്കങ്ങൾ വീണ്ടും തുടങ്ങി. മോൾക്ക് ഒരു സ്കൂൾ വിട്ട് വന്നതിന് ശേഷം കുളിയൊക്കെ കഴിഞ്ഞ് ഇതാ രാത്രിയായപ്പോൾ ഞാൻ മൈലാഞ്ചിയൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞ് ഇനി അവർ ഉറങ്ങിയിട്ട് വേണം നമുക്ക് നമ്മുടെ സാരിയൊക്കെ ഒന്ന് അയൺ ചെയ്ത് വെക്കാനുണ്ട്. അതിനിടയിൽ നമുക്ക് നാളെ തിങ്കളാഴ്ച ഏട്ടൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അവനുള്ളൊരു കേക്ക് ജസ്റ്റ് ഒന്ന് തട്ടിക്കൂട്ട് കേക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് രാവിലെ കല്യാണത്തിൻ്റെ അന്നത്തെ വിശേഷങ്ങൾ കാണാം കേട്ടോ. മുല്ലപ്പൂവൊക്കെ ഏട്ടൻ രാത്രി തന്നെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മൾ എടുത്ത് വെച്ചു. രാത്രി ഞാൻ ഇതാ ഒക്കെ ഫ്ലീറ്റ് എടുത്തൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് രാവിലെ ഇടേണ്ടതെല്ലാം കുട്ടികളുടെയൊക്കെ റെഡിയാക്കി വെച്ച് കുട്ടികളൊക്കെ റെഡിയാക്കി കേട്ടോ. രാവിലെ നേരത്തെ എണീറ്റ് അവരൊക്കെ ഡ്രസ്സിങ്ങും മേക്കപ്പും എല്ലാം കഴിഞ്ഞ് അവരൊക്കെ പോകാൻ വേണ്ടി റെഡി ആയിരിക്കുകയാണ്. പിന്നെ അവസാനമാണ് ഞാൻ മേക്കപ്പും എല്ലാം റെഡിയാവുന്നത് കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ അവർ അവിടെ സിറ്റൗട്ടിൽ പോയിട്ട് ഇരുന്നോ എന്ന് പറഞ്ഞത്. ഇവരെന്തെങ്കിലുമൊക്കെ ഡ്രസ്സൊക്കെ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ പോകാനാകുമ്പോഴത്തേക്കും വീണ്ടും എന്തെങ്കിലുമൊക്കെ അവിടെ ഇവിടെ കൊളാക്കിയിട്ടുണ്ടാവും. അപ്പോൾ കഴിഞ്ഞില്ലേന്ന് ചോദിച്ചിട്ട് ഏട്ടൻ വന്നതാണ് കേട്ടോ. നമ്മൾക്ക് പെണ്ണുങ്ങൾക്ക് എത്ര ഒരുങ്ങിയാലും മതിയാവില്ലല്ലോ. അങ്ങനെ പിന്നെ ഞങ്ങൾ കല്യാണ വീട്ടിലെത്തിയപ്പോഴേക്കും രാവിലെ ആണല്ലോ. അപ്പോൾ എല്ലാവരും അവിടെ ചായയൊക്കെ കുടിക്കുന്ന തിരക്കിലാണ്. അപ്പോൾ ഞാൻ കഴിച്ചില്ല കേട്ടോ. കാരണം എനിക്കിന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് റവ തന്നെ ആയിരുന്നു, ഉപ്മാവ് തന്നെ ആയിരുന്നു. അപ്പോൾ പിന്നെ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ് അവരൊക്കെ കഴിക്കാമെന്ന്. അപ്പോൾ ആ കല്യാണത്തിന് ചെറുക്കനെ അവർ ഡ്രസ്സ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളവിടെ അങ്ങനെ ചുമ്മാ പോസ്റ്റായിട്ട് ഇരിക്കുകയായിരുന്നു. പിന്നെ ഡ്രസ്സിങ്ങൊക്കെ കഴിഞ്ഞ് അവർ ദക്ഷിണ കൊടുക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പെണ്ണിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ബസ്സിൽ നമ്മൾ അധികം വയസ്സായ ആളുകളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് പാട്ട് വെച്ചിട്ടുണ്ടെങ്കിലും അവർക്കത് ഇങ്ങനെ കളിക്കുക നമ്മൾ ഡാൻസൊക്കെ ചെയ്യേണ്ട ഒരു മൂഡൊന്നും ഉണ്ടായിരുന്നില്ല ആർക്കും. എന്നാലും ഞങ്ങൾ പാട്ടൊക്കെ കേട്ട് അങ്ങനെ പോയി കേട്ടോ. തിരിച്ച് വരുമ്പോഴേക്കും കുറച്ച് കുട്ടികളൊക്കെ ഡാൻസ് ചെയ്യാനൊക്കെ നല്ല അടിപൊളിയായിട്ട് നല്ല വൈബായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. അവിടെ എത്തിയപ്പോഴേക്കും നല്ല ഓഡിറ്റോറിയമൊക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഞങ്ങളവിടെ ഇരുന്നു പെണ്ണിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ പെണ്ണിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവരുടെ വീട്ടിൽ പോയിട്ടുണ്ട്. ഞങ്ങളിവിടെ ഓഡിറ്റോറിയത്തിൽ വെയിറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ എല്ലാവരും എത്തിയിട്ടില്ല, ആളുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. പെണ്ണ് വരാനാകുമ്പോഴത്തേക്കും കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ദാ എല്ലാവരും വന്നു. കെട്ടൊക്കെ കഴിഞ്ഞു കേട്ടോ. കെട്ട് കഴിഞ്ഞപ്പോഴാണ് പിന്നെ എനിക്ക് വീഡിയോ എടുക്കണമല്ലോ എന്ന് ഓർമ്മ വന്നത്. അപ്പോൾ പിന്നെ ഞാൻ വേഗം വീഡിയോ എടുത്താണ്. കല്യാണം കഴിഞ്ഞ് ചെക്കനും പെണ്ണൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കഴിക്കാം. നല്ല അടിപൊളി സദ്യ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഓരോ വിഭവങ്ങളായിട്ട് ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുന്നു. ഞാൻ കുറേ ദിവസമായിരുന്നു കേട്ടോ ഇപ്പോൾ സദ്യ നമ്മൾ ഓണം കഴിഞ്ഞിട്ട് ഞാനൊരു അടിപൊളി സദ്യ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് കല്യാണത്തിന് നല്ല അടിപൊളി സദ്യ കഴിച്ചപ്പോൾ എന്തോ ഒരു സമാധാനം. ഇനി ഇവിടുന്ന് അങ്ങോട്ട് സദ്യ തന്നെ ആയിരിക്കും കേട്ടോ. കാരണം ഇപ്പോൾ വൃശ്ചിക മാസം നമ്മുടെ മണ്ഡലമാസ കാലമാണല്ലോ. അപ്പോൾ ഏട്ടനും മോനും മാല ഇടണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇനി അതിൻ്റെ നൊയമ്പെടുക്കലൊക്കെയാണ്. ഇനി നാളെ മുതൽക്ക് നമുക്ക് നൊയമ്പ് എടുക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇനി അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ പറ്റുകയാണെങ്കിൽ ഇടണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോന്നു. വീട്ടിലെത്തുമ്പോഴേക്കും 2 മണി 3 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഇനി രാത്രിക്കുള്ള ഭക്ഷണം ഉണ്ടാക്കലൊക്കെ തിരക്കാവും ഇനി ചെന്നാൽ. എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുമോ അറിയില്ല. ഞാൻ പറ്റുകയാണെങ്കിൽ എടുക്കാം. അപ്പോൾ വീട്ടിലെത്തുമ്പോഴേക്കിന് ഫുഡ് ഉണ്ടാക്കിയൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ തിരിച്ച് വരുമ്പോൾ കുറച്ച് ഫ്രൂട്ട്സൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഏതായാലും ക്രിസ്മസൊക്കെ വരികയാണല്ലോ. അപ്പോൾ ഞാൻ മുന്തിരി ഒന്ന് ജസ്റ്റ് വാഷ് ചെയ്തിട്ട് നമുക്ക് വൈൻ ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ വൈൻ ഉണ്ടാക്കിയ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വൈൻ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ മുന്തിരിയൊക്കെ ഒന്ന് ജസ്റ്റ് കഴുകിയെടുത്തത്. നല്ല മുന്തിരി അല്ല എനിക്ക് തോന്നിയത്. വാഷ് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലായത്. കാണുമ്പോൾ നല്ല വൃത്തിയുള്ളതാണെങ്കിൽ നമ്മൾ കഴുകിയെടുക്കുമ്പോഴത്തേക്കും അത് അധികം ഉടഞ്ഞിട്ടുള്ള മുന്തിരി ആയിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ ഒന്ന് കഴുകി എടുത്ത് അത് ജസ്റ്റ് ഒന്ന് വേവിക്കണം. ഞാനതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പഞ്ചസാര എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കുറച്ചധികം പഞ്ചസാര വേണമല്ലോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊന്ന് ബോയിൽ ചെയ്ത് എടുത്ത് വെക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി വീഡിയോ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ വീഡിയോ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക.
വീഡിയോ ഇഷ്ടമായാൽ ആദ്യം പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. താങ്ക് യു.